ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരീക്ഷണങ്ങൾക്കുള്ള മറുപടി സർപ്പദംശനം തന്നെയാ. പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോ സിത്താരെ. അപ്പൊ സിത്താര വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വരും. ഞാൻ എന്തിനാ അതിനൊക്കെ പോകുന്നത്? അധികം സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും നീ അവളുടെ മുന്നിൽ നാറാതിരിക്കാൻ വേണ്ടിയാ. അവൾ എന്താ അമ്മ പറഞ്ഞത്? അങ്ങനെ ഇന്നലെ കയറി വന്ന ഒരുത്തി അമ്മയെ വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ, അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നീയും കൂടെ പോയി എരന്ന് വാങ്ങിക്കല്ലേ. അമ്മയെ പറഞ്ഞ പോലെ ആവില്ല എന്നെ പറഞ്ഞാല്. അവൾ അത്രയ്ക്ക് തന്റെ ഇടം കാണിച്ചാലേ അവളെക്കാളും തന്റെ ഇടം ഉള്ളവളാ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം. എങ്ങോട്ടാ പോന്നെ? അമ്മ എന്തിനാ തടയുന്നേ? തൽക്കാലം നീ അവളോട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട കീർത്തി. കുറച്ചു ദിവസത്തിനുള്ളിൽ ഇപ്പൊ പിടയ്ക്കുന്ന അവളുടെ നാവുണ്ടല്ലോ, അതങ്ങ് നിശ്ചലമാകും. ചാവാൻ പോകുന്നവളോട് എന്ത് വെല്ലുവിളിക്കാനാ? അതുമാത്രമല്ല, അവൾക്കെന്തേലും പറ്റിക്കഴിഞ്ഞാ നവീന്റെ ഭാര്യയാകേണ്ടത് നീയല്ലേ? സുമിത്രയുടെ മനസ്സിൽ വെറുതെ ഒരു ചീത്തപ്പേരൊന്നും വാങ്ങിച്ചു വെക്കണ്ട. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അടങ്ങാം. പക്ഷെ ഇനി എന്തെങ്കിലും അമ്മയോ അച്ഛനെയോ പറഞ്ഞ അവള് ചാകാനുള്ളവളാണെന്നൊന്നും ഞാൻ നോക്കില്ല. കിട്ടിയടങ്ങും. ഉദേട്ടൻ നിർത്തിക്കോ. മറ്റുള്ളവരുടെ മുന്നിൽ എന്നും എന്നെ കൊച്ചാക്കാനുള്ള ഒരവസരം നിങ്ങൾ കളയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കൊച്ചാക്കിയ കൊച്ചാവുന്ന ആളാണോ നിർമ്മല നീ? നിങ്ങൾ അമ്മയും മോളും കൂടെ തിന്നുന്ന കാര്യമോ കൊല്ലുന്ന കാര്യമോ എന്ത് വേണേലും പറഞ്ഞോ. ഞാനിപ്പോ ഇവിടെ വന്നാൽ ശരിയാവൂല കേട്ടാ. നാണമില്ലാത്തൊരു മനുഷ്യൻ. ഇനി ഇപ്പോഴേ അവിടെ ചെന്നിട്ട് അവളെ വേണമെങ്കിൽ പുകഴ്ത്തി സംസാരിക്കും. സർപ്പബലി ദിവസം കൃഷ്ണയുടെ മാതാപിതാക്കൾ ചടങ്ങിലുണ്ടാകണമെന്നാ തിരുമേനി പറഞ്ഞത്. കൃഷ്ണയുടെ അമ്മ യഥാർത്ഥത്തിൽ ആരായിരിക്കും? തങ്കമാണോ സിത്താരിയോ? സിത്താരയാവാൻ വഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വന്തം മകൾക്ക് വേണ്ടി കൃഷ്ണയെ ബലി കൊടുക്കാൻ മുതിരില്ലല്ലോ. സ്നേഹത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോ തങ്കം തന്നെയാണ് കൃഷ്ണയുടെ അമ്മ. സർപ്പബലി ദിവസം തങ്കച്ചടങ്ങിലുണ്ടായേ പറ്റൂ. കാര്യങ്ങൾ തങ്കത്തോട് തുറന്നു പറയണം. മകളുടെ നന്മയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തന്നെ തങ്കപൂജയെ പങ്കെടുക്കണം. സാറായിരുന്നോ? സിത്താര ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. സാർ കയറി വരും. വരൂ സർ. നന്ദൻ സാറോ? എന്താ തനിച്ച് ഇരിക്കും? ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോ ഞാൻ മിക്കവാറും തനിച്ചാ പോകുന്നേ. പിന്നെ കൂടെ ആളെ കൂട്ടുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. എവിടെയെങ്കിലും ചെന്നാ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ കുറച്ചേരം ഇരിക്കുമല്ലോ. കൂടെ വന്ന ആൾക്കതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൂട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും വേണ്ട. സിത്താര എന്താ മോളുടെ വിശേഷം ഒന്നും ചോദിക്കാത്തെ? നിങ്ങളുടെയൊക്കെ ഇടയില് അവള് സുഖമായിട്ടിരിക്കുമെന്ന് എനിക്കറിയാലോ. അതുകൊണ്ടാ പ്രത്യേകിച്ചൊന്നും ചോദിക്കാത്തത്. ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. എന്താ? മോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 41 ദിവസത്തെ വ്രതം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒരു സർപ്പബലി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു തിരുമേനിയെ പോയി കണ്ടിരുന്നു.
അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കളരിക്കൽ തന്നെ സംഘടിപ്പിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ്. പക്ഷേ പൂജ നടത്തുന്ന കുട്ടിയുടെ രക്തബന്ധത്തിലുള്ളവർ സർപ്പബലി നടത്തുന്നിടത്ത് ഉണ്ടാവണമെന്നും അവരുടെ പ്രാർത്ഥനയാണ് അവൾക്ക് കരുത്താവുക എന്നും തിരുമേനി പറഞ്ഞു. രക്തബന്ധം എന്ന് പറയുമ്പോ മോളുടെ അച്ഛൻ സ്ഥലത്തില്ലല്ലോ. അപ്പൊ സിത്താരയാണ് സർപ്പബലിക്ക് പങ്കെടുക്കേണ്ടത്. സിത്താരയുടെ പ്രാർത്ഥന മതിയാവുമല്ലോ. സർപ്പബലിയുടെ കാര്യത്തിൽ ഉപേക്ഷയൊന്നും വിചാരിക്കരുത്. അതിൽ ചില ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളായിട്ട് ദൈവദോഷം വരുത്തി വെക്കരുതല്ലോ. അല്ല, ഈ ദോഷങ്ങളെന്ന് പറയുമ്പോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ നാഗദൈവങ്ങളുടെ ശക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പരീക്ഷണങ്ങൾക്കുള്ള മറുപടി സർപ്പദംശനം തന്നെയാ. പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോ സിത്താരെ. അപ്പൊ സിത്താര വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വരും. എന്റെ മോളുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. നമുക്ക് ശ്വാസമുള്ളിടത്തോളം കാലം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലേ നമുക്ക് നോക്കാൻ പറ്റൂ. ഇനിയുള്ള കാലം അവരുടേതാണ്. ഒരു നന്നായിട്ട് ജീവിക്കട്ടെന്നേ. രക്തബന്ധങ്ങളുടെ പ്രാർത്ഥനയോടെയുള്ള ചെയ്തികള് ഒരു ദൈവവും തട്ടിക്കളയില്ല. തങ്കത്തിന്റെ ആഗ്രഹം പോലെ മണ്ണാറശാലയെന്ന് പ്രത്യേകം പൂജിച്ചു കൊണ്ടുവന്ന ചരടാ. രക്തബന്ധത്തിലുള്ളവർ തന്നെയാണ് ഇത് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കെട്ടിക്കൊടുക്കുന്നത് തങ്കേച്ചിയല്ലേ, പിന്നെ അതിലെന്താ കുഴപ്പമുള്ളത്? സുനന്ദേ, ഞാനിതൊന്ന് പൂജാമുറിയിൽ വെക്കട്ടെ. തിരുമേനി വേറെന്തെങ്കിലും പറഞ്ഞോ ഗോപാലേട്ടാ? വേറെ എന്താ? അല്ല, മണ്ണാറശാലയല്ലേ, സർപ്പദോഷത്തിന്റെ കാര്യം എന്തെങ്കിലും? അങ്ങനെ എടുത്തു പറഞ്ഞില്ല. ചരട് കെട്ടിക്കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പറഞ്ഞു. ദൈവമേ, എന്റെ മോള് നടക്കുന്ന ആപത്തിന്റെ ഗൗരവം അവിടത്തോട് ഞാൻ പറയേണ്ടതില്ല. അവൾക്ക് വേണ്ടി വേറൊന്നും ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. എന്റെ മോളെ കാത്തോളണേ. വ്രതവും പൂജയൊക്കെ കഴിഞ്ഞാലും അവൾക്കൊന്നും സംഭവിക്കല്ലേ.